ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കളങ്കാവൽ 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 എന്ന് പറഞ്ഞ സിനിമ വൻ ഹിറ്റായ സിനിമയാണ്. അപ്പോൾ ആ സിനിമ ഒ ടി ടിയിൽ എത്തിയിട്ട് ഇപ്പോൾ 3 ദിവസമായി. OTTയിൽ വൻ വിജയം ഉണ്ടാവില്ല, പരാജയമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച പലരും ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് ആ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ വൻ വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഇവിടെ OTT പ്ലാറ്റ്ഫോമിൽ. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഹിറ്റായ സിനിമയാണ്. ഇത് തിയേറ്ററിലേ ഓടുള്ളൂ. OTTയിൽ ഒരു കാരണവശാലും ഓടില്ല. ഒരു കാരണവശാലും OTTയിൽ ഓടാൻ സാധ്യത കുറവാണ്. ഇതൊരു നാടകം പോലെയാണ്, അല്ലെങ്കിൽ സീരിയൽ ഷൂട്ട് ചെയ്ത പോലെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസും രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ OTT റിലീസായി സിനിമ വൻ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന, OTTയിലും വൻ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സിനിമ OTT എടുത്ത് തന്നെ പ്ലാറ്റ്ഫോമുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോടികൾ, അതുപോലെ തന്നെ ചെറിയ കോടികൾ എന്നൊക്കെ വ്യത്യാസമുണ്ട്. വൻ തുകക്കാണ് OTT പ്ലാറ്റ്ഫോം ഈ സിനിമ കളങ്കാവൽ എടുത്തത്. അതിന് ശേഷം ഈ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തു. സിനിമ വൻ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ വിജയം. മമ്മൂക്കാടെ വെറൈറ്റി പെർഫോമൻസ് ആണ് കളങ്കാവൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സിനിമ OTT വരട്ടെ, OTT വരട്ടെ എന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു OTTയിൽ കാണാൻ വേണ്ടിയിട്ട്. OTTയിൽ സിനിമ വന്ന് നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട്, പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വിജയമായി കളങ്കാവൽ OTTയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്, ചരിത്രം മാറ്റി എഴുതും ചിലർ വരുമ്പോൾ എന്നൊക്കെ പറയില്ല. അതുപോലെ കളങ്കാവൽ വന്ന് നോക്കുമ്പോൾ OTTയുടെ ചരിത്രം തന്നെ മാറി മറിഞ്ഞു. OTTയുടെ ചരിത്രം തന്നെ മാറി മറിഞ്ഞു. വൻ വിജയം, വൻ ഹിറ്റ്. ആ നിലക്കാണ് കളങ്കാവൽ OTTയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂക്കാടെ അഭിനയത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ വിനായകന്റെ അഭിനയത്തിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം സിനിമയുടെ കഥ പോകുന്നത് തന്നെ ഒരു നോക്കിയ ഫോൺ യൂസ് ചെയ്തിരുന്ന ആ പഴയ കാലഘട്ടത്തിലേക്കാണ് സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. ആ കാലഘട്ടത്തിൽ CCTV അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ട് എങ്കിലും വളരെ കുറവായ ഒരു കാലഘട്ടം. ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും CCTVയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ലെവലിലാണ് സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. നാടകം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചവരൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സിനിമ ലെവലില്ല, ഒരു സീരിയൽ ലെവലാണ് ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞവരൊക്കെ ഇപ്പോൾ ആകാശം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ വൻ ഹിറ്റായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ OTT പ്ലാറ്റ്ഫോമിൽ വൻ കുതിച്ചുചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ കുതിച്ചാട്ടം. അപ്പോൾ തിയേറ്ററിൽ ഹിറ്റായ പോലെ കളങ്കാവൽ OTTയിലും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ കണ്ടോളി. കണ്ടിട്ട് മമ്മൂക്കയുടെ അഭിനയത്തിൻ്റെ ആ ഒരു മാജിക് അത് അനുഭവിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. പറഞ്ഞറിയുന്നതിനേക്കാൾ കണ്ടറിയുന്നതാണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്ന പോലെ ഈ സിനിമ കാണും. മമ്മൂക്കയുടെ വെറൈറ്റി അഭിനയം കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ OTT പ്ലാറ്റ്ഫോമിൽ മമ്മൂക്കയുടെ സിനിമ റിലീസായിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഭാഗ്യം ലഭിക്കാത്തവർ, തിയേറ്ററിൽ കാണാൻ ഭാഗ്യം ലഭിക്കാത്തവർ OTTയിൽ പോയിട്ട് സിനിമ കണ്ട് ആസ്വദിക്കൂ, ആഹ്ലാദിക്കിൻ, അർമാദിക്കിൻ. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.